ഉടുമ്പൻചോല ഫാമിലി, അതല്ലാതെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഫാമിലി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, മീഡിയ, എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായി. ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ പാർട്ട്ണർ അഷറും ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. ഞങ്ങൾ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളൊരു പുതിയ കമ്പനിയാണ്. ഞങ്ങൾക്ക് അമ്പൂക്കാട് ഞങ്ങളുടെ അൻവർ റഷീദ് തുടങ്ങി ഞങ്ങളോട് ഒരുപാട് ഞങ്ങൾക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്ന് ഞങ്ങൾക്ക് വഴികാട്ടി തന്നു. അമൽ നീരജ് സാർ തുടങ്ങി സിദ്ദീഖ, ഞാൻ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഈ സരിഗമ ഞങ്ങളൊരു പുതിയ കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു മ്യൂസിക് ലോഞ്ച് പരിപാടിയിലേക്ക് വരുന്ന ഈ ഒരു നിമിഷത്തിൽ വി താങ്ക് സരിഗമ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഞങ്ങളെ പോലത്തെ ഒരു പുതിയൊരു കമ്പനിക്ക് വളരെ നല്ല രീതിയിൽ അത് പ്ലേസ് ചെയ്യാനും ഈ സരിഗമയെ പോലെയുള്ള ഒരു കമ്പനി ഞങ്ങളുടെ ഈ സിനിമയുടെ മ്യൂസിക് വാങ്ങുവാനും അതിന് ചെയ്തു തന്ന സരിഗമയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആൻഡ് ഐ വെൽക്കം മിസ്റ്റർ സുരേഷ്, മാർക്കറ്റിംഗ് സൗത്ത് ഹെഡ് ഓഫ് സരിഗമ, ആൻഡ് മിസ്റ്റർ ബിനു ഓഫ് സരിഗമ കേരള. നല്ല പാട്ടുകളാണ് എല്ലാവരും കേൾക്കണം, അത്ര വേറൊന്നും പറയണ്ട. എനിക്ക് സന്തോഷമുള്ളത് ഇങ്ങനൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞാണ്. സലാം ബുഹാരി, ഒരുപാട് സന്തോഷം. ഇതിന്റെ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണ്. അങ്ങനെ ഞങ്ങളെ പോലെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വർഷം കാത്തിരുന്നിട്ടാണ് ആദ്യത്തെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അന്നത്തെ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് എപ്പോഴും എന്നും നമ്മൾ കാത്തുവശിക്കുന്നുണ്ട്, ഞാനും അമലും അന്നൂറും എല്ലാവരും. സോ അതുപോലൊരു സന്തോഷം എന്നും ജീവിതത്തിൽ നിലകൊള്ളട്ടെ. സലാം ബുഹാരി, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു അടിപൊളി പടം റിലീസ് ചെയ്യാം. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ മോർ. ഗോഡ് ബ്ലെസ് ഓൾ. താങ്ക് യു. താങ്ക് യു. ആൻഡ് ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്ത ജോഡി നമ്പർ 1 എന്ന സോങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഇനി സ്പെഷ്യാലിറ്റീസ്? ഇല്ല, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടും. ഈ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സന്തോഷമായിട്ട് എല്ലാവരും കേട്ടിരിക്കുക, സന്തോഷിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാം. എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. സലാമിനെ എനിക്ക് ഒരുപാട് വർഷം മുമ്പേ അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ സലാമിനെ എന്ത് പരിചയപ്പെട്ടു എന്ന് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ചോട്ടാ മുമ്പേ നടക്കുമ്പോഴും സലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഉസ്താദ് ഹോട്ടലിൽ നടക്കുമ്പോഴെല്ലാം അൻവറിൻ്റെ കൂടെ എന്നും സലാമിനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും എന്നെ കാണാൻ വരികയും എന്നോട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. അപ്പോൾ കുറെ കാലമായി സലാം ഇങ്ങനെ ഓരോരോ പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു. ചിലപ്പോൾ അത് നീണ്ടു പോകുന്നു. ആദ്യം ദുൽഖറിനെ വെച്ചൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, അത് ഉദ്ദേശിച്ച സമയത്ത് നടന്നില്ല. അപ്പം ഇങ്ങനെ എപ്പോഴാണ് സലാം ആദ്യം ഒരു സിനിമ ചെയ്യുന്നതെന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉടുമ്പൻചോല വിഷൻ എന്ന് പറയുന്ന സിനിമയുടെ സബ്ജക്റ്റ് ഒരിക്കൽ വന്ന് പറയുന്നതും ഒക്കെ. അപ്പൊ അത് പറഞ്ഞു കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു അതൊരു വളരെ ചെറിയ സിനിമയാണ്, ഒരു ഇടുക്കി ഭാഗത്ത് നടക്കുന്ന ഒരു ചെറിയ കഥ, ആ രീതിയിലാണ് അത് എടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഓരോ ദിവസവും അതിന്റെ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴാണ് ഇതൊരു വലിയൊരു സിനിമയായിട്ട്. ഇപ്പൊ ഞാനതിനകത്ത് മൂസ ഹാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു പാലസ് പോലത്തെ ഒരു വീടാണ്. അതിൽ എന്ത് കാര്യവും വളരെ ഒരു സ്പെക്ടാക്കുലർ ലൈനിലാണ് സലാം അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജോഡി നമ്പർ 1 എന്ന് പറയുന്ന ആ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലേ മെറിഡിയൻ ഹോട്ടലിൽ വന്നു. അവിടെ അതിൻ്റെ ഒരു സെറ്റൊക്കെ കണ്ടാൽ ശരിക്കും ഞാൻ അന്തം വിട്ടു പോലും. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന പാട്ട് ഷൂട്ട് ചെയ്ത സോങ് ഇവിടെ കാണിക്കുമെന്നാണ്. പക്ഷേ ലിറിക്കൽ വീഡിയോ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. ആ സോങ് അതിഗംഭീരമായി വന്നിട്ടുള്ളൊരു സോങ്ങാണ്. അതുപോലെ തന്നെ ഈ സിനിമയും സലാം ഒരു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് സലാം. നമുക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തോന്നില്ല, കാരണം അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. എന്ത് കാര്യവും അത് സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എടുത്ത്. ഇപ്പം എന്നോടൊക്കെ സലാമിന് എന്തെങ്കിലും ഒന്ന് പറയാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ എടുക്കണമൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്തും നമ്മളെ കൊണ്ടത് പറഞ്ഞ് ചെയ്യിച്ചിരിക്കും. സലാമിന് വേണ്ടത് സലാം എടുത്ത് ആ രീതിയിൽ തന്നെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വൻ വിജയമായി തീരട്ടെ. ഇസ്ലാമിൻ്റെ ആദ്യ സംരംഭം ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ എനിക്ക് ഇസ്ലാമിനോടുള്ള വ്യക്തിപരമായ അടുപ്പം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സിനിമ ജനങ്ങൾ സ്വീകരിച്ചൊരു വൻ സിനിമയായിട്ട് വരട്ടെ, ഇതൊരു വൻ വിജയമാകട്ടെ എന്നുള്ള എൻ്റെ പ്രാർത്ഥനയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു.
മാത്രമല്ല മൈക്ക് സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും ഇതേപോലെ സലാം സാറിന്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. മൂവിംഗ് ഓൺ ടു സുധീർ നായർ, സിനിമയിലെ ഒരു കീ ആക്ടറാണ്. അപ്പൊ എന്താണ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചും ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ പറയാനായിട്ടുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പറയാനായിട്ടില്ല. പക്ഷെ ഞാൻ സിനിമയിലുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ സിദ്ദിഖ പറഞ്ഞ പോലെ കഥ കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും തോന്നിയത് ചെറിയ പടമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഡയറക്ടറുടെ കഴിവുകൊണ്ടും പിന്നെ പ്രൊഡ്യൂസേഴ്സിന്റെ വളരെയധികം ഹാർഡ് വർക്ക് കൊണ്ടും സിനിമയുടെ സ്കെയില് വളരെയധികം അപ്പായിട്ടുണ്ട്. അതിന് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഒരു ഭാഗമായതിന്. ആൻഡ് ഐ വിഷ് എവറിബഡി ഓൾ ദ ബെസ്റ്റ്. I got to work with all this wonderful cast. ജിനു, മാത്യു, ബാസിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ കിട്ടി. സിദ്ദിഖയുടെ കൂടെ എനിക്ക് ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ കിട്ടിയോ കിട്ടിയില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഈ പടം അത്ര തന്നെ ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഈ സോങ്ങിന്റെ ഒഫീഷ്യൽ ലോഞ്ചിലേക്ക് കിടക്കാം. പാടി നോക്കണുണ്ടാവും. ഇല്ല, ഹലോ, നമസ്കാരം. താങ്ക് യു ഗോപി ചേട്ടാ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയണം. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ് മേക്കിംഗ് ഇറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ഗോപി ചേട്ടാ. പോസ്റ്റർ കണ്ടിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജര് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു 50-ാം ദിവസമോ അല്ലെങ്കിൽ ഒരു 100-ാം ദിവസമോ ഒക്കെ ആഘോഷത്തിന്റെ സമയമാണ്. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഇതിന്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിക്കുകയും കുറച്ച് കാര്യങ്ങൾ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പാട്ട് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞത് മനസ്സിലായത്. ഒരു 200 സെന്ററെങ്കിലും ഈ പടം റിലീസ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കേരളത്തിലെ നല്ല തിയേറ്ററുകൾ എടുത്തു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുത്ത് ചിത്രത്തിന്റെ വിജയത്തിനായിട്ട് പ്രയത്നിക്കും. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈ ചിത്രത്തിന്റെ കണ്ടിട്ട് സസ്പെൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആരാണെന്ന് പോലും എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്ക് കൊടുക്കുന്നു. ഈ ചിത്രം നല്ലൊരു വിജയമാകട്ടെ എന്ന് ഇതിൽ കൂടി ആശംസിക്കുന്നു. നമസ്കാരം. ഒരുപാട് സന്തോഷമായിട്ടാണ്. നമുക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിയാസ് ഭായി എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുറേ ഡിസ്കഷൻ ലൈബ്രറിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയം പോലെ അവിടെ വന്നിരുന്ന് അതിനെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുകയും അതുപോലെ സലാമിക്ക അദ്ദേഹത്തിനെയും അവരുടെ അടുത്ത ഒരു എഫർട്ട്, കാരണം ഈ സിനിമയുടെ ഇടയിൽ ആ ഷൂട്ടിങ്ങിന്റെ ഇടയിലുണ്ടായ കാര്യങ്ങളിലൊക്കെ കുറേയൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗമാകാൻ പറ്റിയും കുറേ ഹെൽപ്പൊക്കെ എൻ്റെതായ രീതിയിൽ ചെറിയ സംഭവമൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു എഫർട്ട് ഇത്രയും ഒരു സിനിമയുടെ കൂടുതൽ ഒരു സിനിമ എങ്ങനെ ചെയ്യുന്നു അല്ലെ അതിന് ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞത് ഇവരുടെ കൂടെ കുറേ നാൾ പോയപ്പോഴാണ്. അപ്പോൾ എനിക്കതിന് ഒരുപാട് ബഹുമാനമുണ്ട്. ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ആൾക്കാരും അവരുടെ മുമ്പിൽ വരാൻ പറ്റി. ഇതിനകത്ത് ചെറിയൊരു വേഷം നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റ് മീലിൻ്റെ അടിച്ചിട്ടായിരുന്നു എൻ്റെ ഒരു സോങ്, അതിനകത്ത് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമിക്ക, റിയാസ് ഭായ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടനാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ അതിന് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു സിനിമ വലിയ രീതിയിൽ നല്ല രീതിയിൽ, കാരണം എൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത ക്രൂവിൻ്റെ എഫർട്ട് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ വലിയൊരു വിജയമാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാത്യുവിന്റെ സിനിമ നമ്മുടെ എല്ലാവരുടെയും. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഖാരി, റിയാസ് ഭായ്,
ഷർവായി ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും കുടുംബം ചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. പക്ഷെ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Big thank you to all people gathered here, all the producers and all my fellow cast members. Nandi, namaskaram. ഞാൻ മൈക്കെടുത്ത ഒന്നല്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വേറലോ, കാരണം പറയാനുള്ളത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും, അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുക്കാരി സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് പോലെ കണ്ട പോലെയാണ്. കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിയിരിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളവരാണ്. എന്നെ കൊണ്ടുവരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷോ എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലർ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ഒരു സ്റ്റാറിനെ ഞാൻ വിളിക്കാറില്ല, സിദ്ദിഖിനെ വിളിക്കാറില്ല, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. 2 ധ്രുവങ്ങളിലായിരുന്നു, 2 രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്. ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ്. പട്ടാളക്കാരായിരുന്നു, പക്ഷേ മാർച്ച് പാസ്റ്റൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 4 അടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും, ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുക്കാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാ ബാസിയുണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടാറുണ്ട്, കൂടിയിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്. ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് തോന്നുന്നു മാത്യു തന്നെ ആയിരിക്കും. വോൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വോൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു, അനിൽ രാധാകൃഷ്ണൻ മേനോൻ. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയാമെന്നുള്ളത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാഹ് നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസ് ബുഖാരി എന്നാണ് പറഞ്ഞത്, ഹോട്ടലിൻ്റെ പേരാണ്. ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും, ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ സിദ്ധിക്ക് പറഞ്ഞല്ലേ ഇവിടെ നിന്നാ വന്നത്. ഒരു ഏലിയനൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ. അണ്ണൻ തമ്പില് ഫാദറിന്റെ. ഞാൻ ഒരു കാര്യം കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ളൊരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പൊ അൻവർ പറഞ്ഞു, ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ, മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാകുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടില് അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കഥ അവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിന്റെ മോനാണ് കൊച്ചായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാം. അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി, കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അങ്ങനെ കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖറിനോടൊപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. ഇത് ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയതാ അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമയില് ഈ സിനിമയിൽ ഞാനില്ല, പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഓൾ ദി ബെസ്റ്റ്. ഒന്നുകൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ.
കുറേ നേരം നല്ല സ്റ്റാമിനയും നല്ല വോയിസ് വോക്കൽ പവറുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു ഭയങ്കര രസമായിട്ട്. ഓക്കെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാം ഖാനെ കാണുന്നത്. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല എന്നെ വളരെ കംഫർട്ടാക്കി കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാം ഖാൻ. ഒത്തിരി നന്ദിയുണ്ട് സലാം ഖാൻ. എല്ലാം അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മോളിൽ കയറുന്ന റേറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു രഞ്ജൻ പ്രമോദ് സാറിന്റെ സിനിമയിൽ ബിജു മേനോന്റെ കൂടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറെ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പൊ അമ്പുക്കയും അമൽ സാറും. അപ്പോൾ അവിടെ വെച്ച ഒരു ദിവസം ഞാനിങ്ങനെ സലാംക്കെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പൊ സലാംക്കെ പറഞ്ഞു നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവര് മൊത്തം ഇറങ്ങി വരാം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു അവെഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൂമെന്റിൽ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോ ഈ ഒരു മൂമെന്റിലൂടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്ക് ഇതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ അത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിൽം മേക്കേഴ്സ് ആണ്. സോ അവരുടെ കൂടെ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംഖിനെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംഖിനെ പരിചയപ്പെടുന്നത്. സോ അത് തന്നെയാണ് സലാമിക്കായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വേഷം എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോ എന്ത് വെച്ച് നോക്കിയാലും ഈ ഒരു സിനിമ വലിയൊരു ബോണസ് ആണ്. ഞാനിപ്പോ ഈ പാട്ടിൽ നമ്മുടെ മുഖവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ. ഗോപി സുന്ദർ ചേട്ടന്റെ ലൈക്ക് ഞാൻ ഒരുപാട് എന്താ പറയാ എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, someone who I admire and also very honored to work with them. Everyone, വിഷ്ണു ചേട്ടൻ, എന്റെ DOP, സമീർ ചേച്ചി, റോണക്സ് ചേട്ടൻ, ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞ എല്ലാവരെയും പറയണം വിട്ടുപോയ വിനായകന്റെ ഗാനങ്ങൾ. നേരിലും വിനായകായിരുന്നു ലിറിക്സ് എഴുതിയത്. അപ്പോൾ ഇതിലും അതിമനോഹരമായിട്ട് വിനായക് ശശികുമാർ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിഷ്ണു ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്റെ ഈ ജേണിയിൽ എപ്പോഴും വേണം. അപ്പോൾ ജോർജ് ചേട്ടനും ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ആ ഒരു ജേണി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്. ചേട്ടൻ്റെ ഇന്റർവ്യൂസും എല്ലാം. സോ ഇറ്റ്സ് an honor. ഓൾസോ ദ ബിഗ് ഗായ് മാത്യു. അപ്പൊ ഞാൻ ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമറും കൂടിയാണ് മാത്യു. സോ ഓൾ ദി ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി അപ്കമിംഗ് ടവറാണ്. ഓണർ ടു ഈവൻ വർക്ക് വിത്ത് യു ആൻഡ് ഓൾ ദി അതർ ടാലൻസ്. ഒരുപാടധികം സന്തോഷം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചു. താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യമേ സലാംക്കയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാംക്ക. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്ത് പോലും ഉണ്ടായിരിക്കില്ല സലാംക്ക. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാംക്ക. പിന്നെ സലാംക്ക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവം മനുഷ്യനാണ് സലാംക്ക. പിന്നെ എല്ലാം അത്രയേ ഉള്ളൂ. താങ്ക് യു. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
ഞാൻ ആക്ച്വലി വെരി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇന്ന് കോൾ വന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് I was on my way to location. But I'm so happy that I got that call, and that was thanks to Sameera. Thank you so much, Salamika, for casting me. This project is very special to me because dancing is my first love. I love dancing. And school and college kind of dance cheyanala opportunity kittilla until this film happened. And with Shobhi Master, with such a beautiful cast, Chaitanya, Gabri, you are excellent dance partners. Thank you so much. I had a great time. Thank you everyone on the cast and crew. I'm actually quite socially awkward, so I might seem very quiet and put together, but in my head, I'm fangirling about all of you right now. So thank you so much. I'm so honored to be here. Thank you. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിന് അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റ് ആയ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു, സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു, വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ടും ഷൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറയുന്നത്. കൊണ്ടു നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടിടിക്കും. കാരണം എല്ലാവരും കാണുന്നുള്ളത് സംഭവം ഡാൻസിന്റെ. പക്ഷെ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരും കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. പിന്നെ ഒരു ഗോപിചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിന്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേരെ കണ്ടിങ്ങനെ ഓസ്ട്രൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക, ബാക്കി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. മാത്യുയുടെ നായികയായിട്ട് എപ്പോഴും സിനിമയിൽ വരണമെന്ന് അത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സലാമക്കയുടെ ഒരുപാട് നന്ദിയുണ്ട്. സലാമക്ക ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഫസ്റ്റ് പടമായതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹി വാസ് മോട്ടിവേറ്റിംഗ് മീ ഭയങ്കര ത്രൂ ഔട്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ. ബട്ട് താങ്ക് യു സോ മച്ച് സലാമക്ക. Good evening everybody. First of all, I want to thank my director Salam sir for considering me for this project, and also my dear producers Riyaska, Azrika, and special thanks to Siddiq sir. And I'm so delighted to be a part of this project, and I hope this movie will do really great. Thank you. ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി, മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിന്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നന്ദിയാണ് എനിക്കത് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു എന്ന്, വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാൻ കടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷർ അമീറും റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിന് കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു ഡയറക്ടറാകാൻ പറ്റിയതും. അതിൽ ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ, താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, ഗീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്താലും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ
എൻ്റെ പ്രിയപ്പെട്ട അമ്പുക, ഡയറക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ തിരു സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിന് സിദ്ദീഖിന് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം. പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാള് വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ച ലെവലിൽ തന്നെ അലാലുമേൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണോ? അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ ഒരു 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിരുന്നു. അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നു, കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടാ നന്ദി. പിന്നെ വിവേകർഷൻ, എഡിറ്റർ വിവേകർഷൻ, സമീറ സനീഷ്, ജോസഫ് നേട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് നേട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളുടെ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ടാതിരിക്കുന്ന ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്നു, ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി അവൻ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പാട്ട് എഴുതി പാടി അതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഗബ്രി, ടിനിറ്റോം ഇവിടെ വന്ന് എന്നെക്കുറിച്ച് പ്രസംഗിച്ചു, കുറച്ച് ട്രോളർ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ താങ്ക് യു. എന്തായാലും ടിനിയും വന്നു, അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിനവ്, പിന്നെ ചൈതന്യ, വഫ, ശങ്കർ, സുരേഷ്, ഷെഫുള്ള സർ, അർജുൻ, ഗണേഷ്. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ കൂടെ എഡീസ് എൻ്റെ സുഹൃത്തുക്കളാണ്. കണ്ണൻ, അർജുൻ, അജ്മൽ ഹംസ, അഭിരാമി, തോമസ് കുട്ടി, രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും പിന്നെ എൻ്റെ ഓഫീസ് വിളിച്ച് എൻ്റെ സഹോദരൻ ഫാമിലി എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ എൻ്റർ മീഡിയ എല്ലാവരുടെ ഈ ഉടുമ്പൻചോല വിഷൻ അഷറബീറും എല്ലാ സുഹൃത്തുക്കളായ അഷറും റിയാസ് അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും താങ്ക് യു. സലാമക്കയോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ റിലീസിന് വേണ്ടി. കാരണം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തോളം തന്നെ ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ സലാമക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പം ക്രൂവിൻ്റെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കുറുക്കൻ മാത്യു ആണോ? അറിയില്ല, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഒരു ക്ലൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സിനിമയുടെ കഥ പറയേണ്ടി വരും. അപ്പൊ പറഞ്ഞ പോലെ ഒട്ടും ഡിസപ്പോയിന്റിങ് ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയാ, ഒരു കുറെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട് പടത്തില്. നമ്മൾ സിനിമ ഈ ദിശയിലായിരിക്കും പോകുന്നതെന്ന് ഒട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. സീറ്റ് എഡ്ജ് ആ ഒരു എസെൻസ് കിട്ടും.